ലക്കി ഡേ ബോൺ എടുക്കാൻ ലക്കി ട്രൈ ചെയ്യുന്നു. കണ്ട, വാവ്, മിടുക്കി കുട്ടി. നോക്കട്ടെ എങ്ങനെ എടുത്തേ. ആഹാ, ലക്കി ട്രൈ ചെയ്ത് എടുക്കുക കേട്ടോ. ലക്കി എടുത്തോ, ബോൺ എടുത്തോ. 1 2 3 1 2 3 എടുക്കാൻ പറ്റും. ഓക്കെ, എടുക്ക്. 1 2 3. എൻ്റെ ലക്കി കുട്ടി എടുത്ത്. ദിസ് ഇസ് കോൾ. കണ്ട, ട്രൈ ചെയ്ത് നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല കേട്ടാ. അത് മനുഷ്യനായാലും ശരി, മൃഗമായാലും ശരി. ലക്കി ചക്കരി. രണ്ടുപേരും പപ്പടം എടുത്ത് നിന്നേ. ഇവിടെ നിന്നേ, രണ്ടുപേരും നിക്കി പപ്പടം എടുത്ത്. ഒരു ഇവ നിക്കട്ടില്ലല്ലോ. ആന്റണി, ജോർജി, അപ്പുറത്തേക്ക് പപ്പടം എടുത്തേക്ക്. കണ്ട, അപ്പുറത്തേക്ക് കണ്ട. പപ്പ കാണട്ടെ, അതുകൊണ്ടാ. വാ, ഈ സൈഡ് വാ. കം ദിസ് സൈഡ്. പപ്പടം എടുത്തേക്ക് നിന്നേ. അന്നി, ജോർജി കൂടെ നിന്നേ വാവേ. ജോർജി നിക്കി. അരെ 25-ാം തീയതിയാണ് ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എങ്ങനെയുണ്ട് ലല്ലു? ലല്ലുവിന് എങ്ങനെയുണ്ട്? ഹൗ ആർ യു? ഹൗ ഇസ് യുവർ ഹെൽത്ത്? ഫൈൻ. രാജുക്കുട്ട, അന്നിക്കുട്ട അപ്പുറത്ത് നിൽക്കും മക്കളെ. അവിടെ നിൽക്കും. പപ്പടം എടുത്ത് നിൽക്കും. 1 മിനിറ്റ് നിൽക്കി. ഇല്ല പറയല്ലേ. ഇപ്പൊ എത്ര ബാലൻസ് ഇപ്പൊ നീ പൈസ അടച്ചായിരുന്നു. പമ്പിലൊക്കെ മേടിക്കാനുണ്ട്. പമ്പിലൊക്കെ 10,000 കൊടുക്കാനുണ്ട്. നമ്മൾ ഫോറം മോളിൽ വന്നിരിക്കുവാണ്. ഹായ്, നമ്മൾ ഫോറം മോളിൽ വന്നു. കേറി നിന്നോ. ഹായ്, മാറ. ഹലോ, നമ്മളിപ്പോൾ ഫോറം മോളിൽ വന്നിരിക്കുകയാണ്. ഇവർക്കുള്ള ആ ഒരു ബോട്ടിലോട്ടോ മേടിച്ചേക്കട്ടെ. ഇവിടെ ഉണ്ടോ നോക്കട്ടെ. 1 മിനിറ്റ് അവിടെ നിന്നേ മോനെ. ലെറ്റ് മീ സീ വെദർ ഇറ്റ് ഈസ് ദേർ ഓർ നോട്ട്. കണ്ടോ, ഹലോ. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ് പപ്പനെ കാണാനായിട്ട്. നാളെ സൺഡേ ആയിട്ട് പള്ളിയിൽ പോകുമ്പോൾ നേർച്ച ഇടണം. നേർച്ച എടുക്കാൻ വേണ്ടി വന്നതാണ്. അയ്യ പപ്പ, ഇന്ന് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. തോമസ് കുട്ടി ചായനും മറ്റേ തോമസ് കുട്ടി. ക്ഷീണം മാറി കേട്ടോ, കുറച്ച് ഫ്രഷായി. കൈ കെട്ടി വെക്കുന്നില്ല ഇപ്പോൾ? കുഴപ്പമില്ല. അതെയോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ 28-ാം തീയതി സൺഡേ ആണേ. ഞങ്ങൾ നേരെ കൃപാസനത്തേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ കാർത്തിയാനിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഞാനും പിള്ളേരും അന്നമ്മ ചേച്ചിയും ഉണ്ട്. വാ ചേച്ചി, കുറച്ചേരം ഇവിടെ ഇരിക്കാം. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഒരു ബോട്ടിൽ വെള്ളം തരാമോ. ഞങ്ങൾ നേരെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കൃപാസനത്തിൽ പോയിട്ട്
അവിടെ നിന്ന് നേരെ കണ്ണമാലി യേശുപിതാവിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ചിലപ്പോൾ പപ്പയുടെ അടുത്ത് കയറും, ഇല്ലാന്ന് വെച്ചാൽ വീട്ടിൽ പോകും. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ആ നോർമൽ മതി, നോർമൽ ആയിട്ട് ഒരു ബ്ലാക്ക് ടീ, ഒരു ചില്ലി ഡ്രൈ ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നോക്കി, ഫുൾ വണ്ടികൾ ഇങ്ങോട്ട് വരുന്നതൊക്കെ കാണാം അല്ലേ, നല്ലതായിട്ടുണ്ട്. മറ്റേത് ഇനിയിപ്പോൾ തിരക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും തിരക്ക് ഇഷ്ടംപോലെ തിരക്ക് വന്ന ശേഷം എല്ലാ വണ്ടിയും മേളിൽ കൂടെ പോകും. അടിപൊളി. നമ്മൾ ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനും നൂഡിൽസാണ് പറഞ്ഞിരിക്കുന്നത്. ആൻ്റണി, ജോർജി, ആൻ്റണിയുടെയും ജോർജിൻ്റെയും ഫേവറേറ്റ് ആയിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. സ്ഥലത്തിൻ്റെ പേര് ബിഗ് താഷ് ഐലൻഡ്, തോപ്പുംപടിയിലുള്ള ബിഗ് താഷിൽ. കണ്ണമാലി പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് 29th ആണ്. ഹായ് ആൻ്റണി, ജോർജി ഹായ്. രണ്ടുപേർക്ക് ചാർജ് പോയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ലേറ്റായി കിടന്നപ്പോഴത്തേക്കും. അപ്പോൾ ഐ എം വിത്ത് മേക്കപ്പ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ KSEBന്ന് നമ്മുടെ വീടിൻ്റെ അകത്ത് ലീക്കേജ് വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫ്യൂസ് മാറ്റാനായിട്ട് KSEBന്ന് ആളിന്ന് വരും. അത് മാറ്റിയിട്ട് ഇലക്ട്രീഷ്യനെ വിളിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലലൂഷിൻ്റെ ഫോൺ കൊണ്ടുപോയി ബുക്ക് ചെയ്യണം, ഗ്യാസ് ബുക്ക് ചെയ്യണം. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നലെ പപ്പയെ കണ്ടിട്ട് എന്ത് ചെയ്തു? പപ്പക്ക് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു പപ്പ? പറഞ്ഞേ. വീണുപോയി. യെസ്, വീണുപോയി. അപ്പോൾ ബി കെയർഫുൾ, ഓക്കെ? ആൻ്റണിയുടെ കയ്യിലെന്താണ്? ബൈക്കാണ്. ജോർജിയുടെ കയ്യിലോ? ഒന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് വരരുതെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. കണ്ട, മമ്മ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ജോർജി ആൻ്റണിയും കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ ബെൽറ്റ് ഇടാതിരിക്കുന്നതൊന്നും ശരിയല്ല. അവരെ നന്നായിട്ട് പഠിപ്പിക്കുക. ഡോൺ ഓപ്പൺ. അപ്പോൾ അവരെ നന്നായിട്ട് ഇരുത്താൻ വേണ്ടി പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ എന്നാ പറ്റിപ്പോയെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ് പോലെ അമ്മ. അപ്പോൾ ഞാൻ എന്താ പറ്റിയെന്ന് ഇപ്പം എന്താന്ന് വെച്ചാൽ, ഇവര് ഇങ്ങനെ ഇരിക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഇവര് ഇത്രയും നാൾ രണ്ട് പേര് അവരുടെ മടി വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകലും കൊണ്ടുവരലൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇവരങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവരെല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഇപ്പം അവരോട് ഇരിക്കാൻ പറയുമ്പോഴത്തേക്കും അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒരു സീറ്റിലിരിക്കാൻ. പിന്നെ രണ്ടുപേരും, ഒരാൾ ഫ്രണ്ടിലാണെങ്കിൽ ഒരാൾ ബാക്കിൽ നിന്ന് ചാടി ഫ്രണ്ടിലേക്ക് വന്ന് അവർ രണ്ടുപേരുടെ മീൻസ് പ്രത്യേകിച്ച് ജോർജിക്ക് ആൻ്റണി ഫ്രണ്ടിലാണെങ്കിൽ അവന് പറ്റത്തില്ല. ആൻ്റണി പിന്നെ ഇരിക്കും, ജോർജിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ് ബാക്കിലിരുന്നാൽ ചാടി മുന്നിൽ വന്ന് ഇവനായിട്ട് 2 കുത്തി പിന്നെ ഇവനെ കരയിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ഇതാണ് ജോർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഡ്രൈവ് ചെയ്യോ അവരുടെ കാര്യം നോക്കുമോ, അത് മാത്രമുള്ള പ്രശ്നം. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. മോനെ ജോർജി, എന്തായാലും സ്കൂളിലേക്ക് വരുന്ന അവർക്ക് ഇഷ്ടമാണ്, അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നത് അവർക്ക് ഇഷ്ടമാണ്. എന്തായാലും നമ്മൾ ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യുക, ഓക്കെ? Morning. Reba ma'am is here? Reba ma'am is there? Oh, she's on the way. Okay. 1 2 3 4. Okay. നമ്മളിതെല്ലാം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ബാഗ് ഉണ്ടാകുന്നൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ബിക്കോസ് 4 ബാഗ് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ 4 ബാഗ് ഉണ്ടാ, ചിലപ്പോൾ 5 ബാഗ് ആയിരിക്കും. എല്ലാം ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്.
ഇന്നിപ്പോൾ എത്രാം തീയതിയാണെന്നറിയോ? ഇന്ന് ജൂലൈ 1 ആണ്, രാവിലെയാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാവരും. ഗുഡ് മോർണിംഗ്. സേ ഗുഡ് മോർണിംഗ് ടു എവ്രി വൺ. ജോജി പറ. വെരി ഗുഡ് മോർണിംഗ് ബേബീസ്. നോ ഗുഡ് മോർണിംഗ് പറയരുത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ മുടി 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 അപ്പോൾ നമ്മള് ആന്റണി ജോർജിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് എനിക്ക് കുറച്ച് ഫിഷൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അദ്ദേഹത്തിനും കാണണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരിക്കും സെക്കൻഡ് പാർട്ട്. ഞാനെടുത്ത സെക്കൻഡ് പാർട്ട് ഇമ്പോർട്ടൻ്റ് എടുക്കാൻ പോകുന്നത്, അല്ല ഇടാൻ പോകുന്നത്, അപ്ലോഡ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജോർജി ആൻഡ് നിസിറ്റ്, ഇതാണ് ജോർജി. നിനക്ക് കംപ്ലൈൻറ്റ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ. മമ്മ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടുപേരും സീറ്റിലിരിക്കുന്നില്ല എന്ന്. എന്ത് ചെയ്യാനാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ലേഡീസിന്റെ മടിയിലായിരുന്നു ഇവർ ഇരുന്നത്. അതുകൊണ്ട് ജോർജി അവിടെ ഇരുന്നേ, അങ്ങനെ ചാടാൻ പാടില്ല, അവിടെ ഇരിക്കേ. ഓക്കെ ജോർജി സെറ്റ്. ഓക്കെ, അപ്പോ സുന്ദരിയായിട്ടുള്ള റീബ മാം നിൽക്കുന്നു, കണ്ടോ? റീബ മാം ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഇറങ്ങിക്കോ. ജോർജി ആന്റി ബൈ. അത് ആന്റണി. ഹായ്. ഇപ്പം നമ്മൾ ബേബീസിനെ വിട്ട് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തിരിച്ച് ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി പോവാം. ഫിഷ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ എനിക്ക് ഒരു പള്ളിയും കൂടെ പോകാനുണ്ട്. പള്ളിയിൽ പോയി തിരിച്ച് വന്ന് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം. പോയി ലലൂഷനൊന്ന് കാണണം. ലലൂഷന് 2 ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഡിസ്ചാർജ് മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ വീട്ടിൽ വന്ന് ഒരു കുഴപ്പമില്ല, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, കുടിക്കരുത്. ഇനി ബിയർ ആയിക്കോട്ടെ, ഡ്രിങ്ക്സ് പുള്ളി ടച്ച് ചെയ്യുന്നില്ല, പക്ഷെ ബിയർ ഒട്ടും ടച്ച് ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ സിഗരറ്റും എടുക്കാൻ പാടില്ല. ബിക്കോസ് ഒരു മാസമായിട്ട് ഇപ്പോൾ ബോഡിയിൽ അത് ഇല്ലാത്ത കാരണം ഒരു ചെറിയൊരു സംസാരത്തിനും കാര്യത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതാണ്, നമുക്കൊരു ലൈഫ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ മ്യൂച്വലായിട്ട് ഹാപ്പി ആയിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകണം. പുള്ളിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ നിക്കോട്ടിൻ ആയിക്കോട്ടെ, ആൽക്കഹോളും ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് പോയാൽ മാത്രമേ ജീവിതം ഹാപ്പി ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിത് ഇല്ലാതെ വീട്ടിലേക്ക് വന്നോളൂ എന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് സ്റ്റോപ്പ് ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഒരു കണ്ടീഷൻ ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് അത് നിങ്ങളുടെ വീടാണ്, ലൈഫാണ്, നമ്മുടെ ജീവിതമാണ്, എല്ലാം ആണ്. പക്ഷേ നമ്മൾ ഏതൊരു വൈഫിനായാലും ഇതുപോലെ ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പോലെ ജീവിതം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കും കൂടെ ജീവിക്കാൻ നമുക്കും ഒരു ശ്വാസം മുട്ടലായിരിക്കും. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? ജീവിച്ചിരിക്കുമ്പോൾ അധികം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്ത വിധത്തിൽ നമ്മുടെ മൈൻഡൊക്കെ മാറിപ്പോകുന്നതിൻ്റെ കാരണം ഈ പറയുന്ന പോലെ ആൽക്കഹോളും കാര്യങ്ങളും. പക്ഷേ അതില്ലാതെ പുള്ളി ഇപ്പോൾ വളരെ വളരെ ഇതായിട്ടാണ്, ഹാപ്പി ആയിട്ടാണ് ഇന്നലെ സംസാരിച്ചതൊക്കെ. അപ്പോൾ നമുക്ക് ആവശ്യം അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ 4-5 ദിവസം കഴിഞ്ഞ് എന്തായാലും ഉണ്ടാവും. ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം വീട്ടിൽ വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കട്ടെ. പിന്നെ ഞാൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്ന പോലെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു മിറക്കിളും കൂടെ ഉണ്ട്. അപ്പം മിറക്കിളും കൂടെ ഞാൻ കഴിഞ്ഞ വർഷം നടന്നൊരു മിറക്കിളാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മിറക്കിളും അപ്പോൾ അതും കൂടെ കാണിച്ചിട്ട് ആ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചിട്ടായിരിക്കും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 1-2 ദിവസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
അത് ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ദൈവം എങ്ങനെയാണ്, ദൈവത്തിൻ്റെ കൈവപ്പ് എങ്ങനെയാണ് അതിൽ വരുന്നതെന്ന് ഞാൻ നോക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ആ മിറക്കൽ വീഡിയോയും എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു കാര്യമായിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഒരുപാട് ആളുകളുടെ മെസ്സേജ്, ബിക്കോസ് എനിക്കറിയത്തില്ല അതിലേതിൽ എങ്ങനെയാണ് ആ മെസ്സേജ് കൊമൻസ് കയറി വന്നതെന്നൊന്നും അറിയില്ല. എനിവേ അതിൽ ഒത്തിരി പേരുടെ മെസ്സേജ് ഞാൻ വായിച്ചായിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ആരുടെയും ഇതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഒരു രീതിയിലും നമ്മുടെ ഫാമിലിനെ ഇൻസൾട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ വേദനകൾ എനിക്ക് പറഞ്ഞു വെക്കണമായിരുന്നു. അതാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ അത് കേട്ടിട്ട് ബി സ്ട്രോങ് എന്നും പറഞ്ഞിട്ടുണ്ട്. ചിലവർ പറഞ്ഞ് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ചിലവർ പറഞ്ഞ് പ്രായമുള്ള ഒരു അമ്മച്ചിനെ ഇങ്ങനെ പറയാവോ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, പ്രായത്തിൻ്റെ അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. പ്രായം നമുക്ക് ഏത് പ്രായത്തിലും നന്നായിട്ട് സംസാരിച്ചാൽ എല്ലാം നല്ലത് തന്നെയാണ്. എല്ലാം നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ നന്നായിട്ട് ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തേ ഉള്ളൂ. ഇല്ലെന്ന് ആരെങ്കിലും ഇല്ലെന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് ഈ മദറിലോ, എന്തുകൊണ്ട് ഈ സിസ്റ്ററിലോ എന്നുള്ള ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഒന്നെങ്കിൽ നമുക്ക് പറ്റാത്ത സിസ്റ്ററിലോ ആണെങ്കിൽ നമ്മൾ വിട്ടു മാറുക, വഴക്കിൽ സംസാരിക്കേണ്ട, വേണ്ട, നമുക്ക് അവരായിട്ട് ഒരു ആർഗ്യുമെന്റോ കാര്യങ്ങളോ ഒന്നും വേണ്ടെങ്കിൽ സൈലന്റ് ആയിട്ടങ്ങ് മാറുക. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. പിന്നെ കേറി അവിടെ ഉടക്കി സംസാരിച്ച് അത് വഷളാക്കി ഒരു വിഷയം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതാണ് നല്ലത്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ കാര്യത്തിനും നല്ല ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ഇമേജ് തകർന്നു പോകുമ്പോൾ ഉള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഏതൊരു ആൾക്കാർക്കും അങ്ങനെ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം, എൻ്റെ ഹസ്ബൻഡ് കുട്ടികളോട് നന്നായിട്ട്, ഞാൻ പറഞ്ഞില്ല, രണ്ട് വാക്ക് നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അതേ ഇത് കുടിച്ചു കഴിഞ്ഞ ശേഷം ചില സമയത്ത് ഞങ്ങൾ ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ ഇത്രയും വഷളായിട്ട് സംസാരിക്കുമെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് പോകും. ബിക്കോസ് ആ വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മോശം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അദ്ദേഹം ദേഷ്യം വരുമ്പോഴത്തേക്കും എന്നെ മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എവിഡൻസ് ഞാൻ ഇതായിട്ട് പറയല്ല, അതിൻ്റെയൊക്കെ എവിഡൻസ് എൻ്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ അവരുടെ സ്വന്തക്കാർ എല്ലാവരും എന്ത് പറയും, അത് സുമി ചുമ്മാ പറയാണ്, അല്ലെങ്കിൽ അല്ലു അങ്ങനെയൊന്നുമല്ല, അങ്ങനത്തെ ക്യാരക്ടർ അല്ല എന്നൊക്കെ പറയും. പക്ഷെ അതല്ല, അദ്ദേഹം കുടിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ തമ്മിലുള്ള സംസാരം വന്നു കഴിഞ്ഞ് ആർഗ്യുമെൻ്റ് ആയിക്കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ഓവറായി കഴിയുമ്പോഴത്തേക്കും വരുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. നേരം വെളുത്ത് അദ്ദേഹം ഇതൊന്നും കാണിക്കത്തുമില്ല. അപ്പം അത് ശരിക്കും പറഞ്ഞൊരു ആൽക്കഹോളിക് തന്നെ പറയാം. അത് ഒരുപാട് ആയിക്കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ കാണിക്കുന്നത്, എന്താ പെരുമാറണമെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. എന്തായാലും ദൈവം സഹായിച്ച് ഇപ്പോൾ കുഴപ്പമില്ലാതെ പുള്ളിയും ഇരിപ്പുണ്ട്. അപ്പോൾ കുട്ടികൾക്കായാലും കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. പപ്പയെ കാണുമ്പോഴത്തേക്കും അവർ ഹാപ്പിയാണ്. ഓക്കെ ആയിട്ട് വരുന്നത് നമുക്കും സന്തോഷം തന്നെയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഓക്കെ ആകണമെന്നല്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഓക്കെ ആയിട്ട് തന്നെ വരട്ടെ. പിന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാനിങ്ങനെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാൻ നെക്സ്റ്റ് വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.